ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. സോ ഇന്നൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് മുന്നിൽ വരുന്ന എക്സാംസ്, വരാൻ പോകുന്ന എക്സാംസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. വരാൻ പോകുന്ന എക്സാംസ് ആണ് ഒന്ന് കമ്പനി ബോർഡ് എൽ ജി എസ്, അതുപോലെ തന്നെ വി എഫ് എ, പിന്നെന്താണ് എൽ ഡി. ഓക്കെ, അങ്ങനെ കുറച്ച് എക്സാംസ് ഉണ്ട്. ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത് ഈ ഒരു എക്സാംസിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ എൽ ഡി സി വരുന്നുണ്ട്, അങ്ങനെ കുറെ എക്സാംസ് വരുന്നുണ്ട്. എൽ ഡി സി ഈ വർഷം എന്തായാലും വരില്ല. അപ്പോൾ അത് പറഞ്ഞത് അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ടൈം ടേബിൾ ഇട്ട് ASM പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഇനിയും ടൈം ടേബിൾ ഇട്ടിട്ട് ഒപ്പം പഠിക്കാലോ എന്ന് ചോദിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ, അതായത് ടൈം ടേബിൾ ഒക്കെ ഇട്ട് പഠിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നത് സെപ്റ്റംബർ 1-ാം തീയതി വെച്ചിട്ടാണ് കേട്ടോ. കാരണം ഓഗസ്റ്റ് 3 ആയി, ഇപ്പൊ 18-ാം തീയതി വരെ ആയി. അപ്പം സെപ്റ്റംബർ 1 തൊട്ടിട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അതിനു മുന്നേ എനിക്ക് തോന്നുന്നു, ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, എന്റെ വീഡിയോസ് ഒക്കെ മുന്നേ കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ വീട്ടിലിരുന്ന് പഠിക്കുകയാണ്, ഒപ്പം ഡിഗ്രിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടൊരു ഒരു ഫോളോ എനിക്ക് ഇല്ല. അതായത് എവിടുന്നൊക്കെയോ പഠിക്കണ്ട, എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഇപ്പോൾ സിലബസ് കയ്യിലുണ്ടെങ്കിൽ തന്നെ അതനുസരിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ എന്തോ പഠിക്കുന്നത് പോരാന്നൊരു തോന്നൽ കാരണം ഞാനൊരു ഓൺലൈൻ കോച്ചിങ് എടുക്കാൻ വിചാരിച്ചു. ഓക്കെ, ഇവിടെയാണ് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണ്ടത്. നിങ്ങൾ ആരെങ്കിലും ഓൺലൈൻ കോച്ചിങ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് ആണ് നല്ലത് എന്നുള്ളത് എനിക്കൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചാൽ. കാരണം ഏതൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ക്ലാസ് തുടങ്ങിയിട്ടുള്ളതെന്നൊന്നും എനിക്ക് അറിയില്ല. കുറച്ച് ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ പെൻഡിങ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഏതാണ് നല്ലത് നിങ്ങളുടെ അഭിപ്രായത്തിൽ, നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ മുന്നിലൊന്ന് ഷെയർ ചെയ്യുക. കമന്റ് ആയിട്ട് ചെയ്താൽ മതി. ഞാൻ അതിന് റിപ്ലൈ ഒക്കെ തരാം. എനിക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാമല്ലോ. വേറെ ആരും എനിക്ക് ചോദിക്കാനില്ല. എടുത്ത ആരും എന്റെ അറിവിലില്ല. ഒന്നോ രണ്ടോ പേരുണ്ട്, പക്ഷെ അത് എനിക്ക് എന്തോ അവരുടെ അഭിപ്രായം മാത്രം പോരാന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുന്നത്. ഇതാവുമ്പോ ഒരുപാട് പേര് കാണുന്നതാണ്. അപ്പൊ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് ഷെയർ ചെയ്യാം കേട്ടോ. ഏത് കാണിച്ചാലും നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്, അതിനനുസരിച്ചിട്ട് വേണം എനിക്ക് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ചോദിക്കുന്നത്. ഇനി വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഓൺലൈൻ കോച്ചിങ് ഞാൻ എടുക്കുന്നുണ്ട്. അത് അതിന് പുറമെ ആയിരിക്കും നമ്മുടെ ഈ ടൈം ടേബിൾ. അതായത് എന്തായാലും അവർ പഠിപ്പിക്കും, പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു രീതിക്ക് പഠിച്ചാലേണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടുന്ന് നോട്ടൊക്കെ കിട്ടും. ആ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റേതായ രീതിക്ക് ഞാൻ നോട്ട് എഴുതിയിട്ട് അത് ഞാൻ ടെലിഗ്രാമിൽ ഇടാം. ഓക്കെ, നിങ്ങൾക്ക് കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ഓൾറെഡി എനിക്ക് കുറച്ച് മെമ്പേഴ്സ് ഉണ്ട് ടെലിഗ്രാമിലൊക്കെ. പെയ്ഡ് ആണ്, എന്താ പറയാ, മെമ്പേഴ്സ് ഓൺലി ആണ്. കാരണം യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പ് എടുത്താലേ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഡെയിലി ന്യൂസ് പേപ്പർ കട്ടിങ്ങിന്റെ കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഇടാറുള്ളത്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ട് എനിക്ക് ടെലിഗ്രാം ചാനൽ നോക്കാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് തിരക്കായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇനി ഇങ്ങനെ ഉഴപ്പി നടന്നാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു കൃത്യമായിട്ടൊരു ഒരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ കറക്റ്റ് ആവും. അതായത് നമുക്ക് പഠിക്കാനുണ്ട്, പെൻഡിങ് ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കുമല്ലോ. ഇത് വീട്ടിലിരുന്ന് പഠിക്കുന്നവരെ ഒരു കുഴപ്പമാണ്, പുറകിൽ നിന്ന് ഉന്തി തള്ളി വിടാൻ ആരും ഉണ്ടാവില്ല, ഒറ്റയ്ക്കായതുകൊണ്ട്. അപ്പൊ എന്ത് ചെയ്യും, പഠിത്തം അവിടെ നിൽക്കും. വേറെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് എണീച്ച് പോകും, ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഫോണിലോട്ട് പോകും. പാട്ട് എന്തെങ്കിലും കേട്ടതിന് ചിലപ്പോൾ അതിൽ ശ്രദ്ധിക്കും. അങ്ങനെ അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പഠിത്തം അങ്ങനെ പോകും. നമ്മള് എല്ലാവരും പറയും വീട്ടിലിരിക്കുന്ന പഠിക്കണതാണ് നല്ലതെന്ന്. ഞാൻ പറയും പക്ഷെ എവിടെയെങ്കിലും പോയി പഠിക്കുക, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ കോച്ചിങ് എടുത്ത് പഠിക്കണതൊക്കെ ഏറ്റവും ബെറ്റർ. കാരണം നമുക്കൊരു മെന്റർഷിപ്പ് ഉണ്ടാകും അവിടെ നിന്നിട്ട്. കാരണം ഇത്ര ദിവസത്തിനുള്ളിൽ ഇപ്പോ ഓഫ്ലൈൻ ആണെങ്കിൽ ക്ലാസ്സിക്ക് പോണ സമയത്ത് അവിടെ നിന്ന് ഇത്ര ടോപ്പിക്ക് പഠിച്ചിട്ട് വരണമെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് പഠിക്കാണ്ട് നമുക്ക് അവിടെ പോകാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വീട്ടിലിരുന്ന് അത് പഠിച്ചിട്ടേ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോവുള്ളൂ. പക്ഷെ വീട്ടിൽ സെൽഫ് സ്റ്റഡി ചെയ്യണവർ എന്ത് ചെയ്യും, ശരി ഇനി നാളെ പഠിക്കാം, അല്ലെങ്കിൽ രാത്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി നാളെ പഠിക്കാം, കിടന്നുറങ്ങാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവിടെ കിടന്നുറങ്ങും. അതാണ് അവസ്ഥ. സത്യം പറഞ്ഞാൽ അതാണ് അവസ്ഥ. നിങ്ങൾ പഠിക്കരുത്. ചിലപ്പോൾ നിങ്ങൾ ഓൺലൈൻ കോച്ചിങ് ആയിരിക്കും, ഓഫ്ലൈൻ കോച്ചിങ് ഒക്കെ ആയിരിക്കും. പക്ഷെ സെൽഫ് സ്റ്റഡി ചെയ്യണവരുടെ അവസ്ഥ ഇതാണ്. ഒന്ന് ഉറങ്ങണം തോന്നി ചിലപ്പോൾ അവിടെ ഉറങ്ങും. ഉച്ചയ്ക്ക് ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങണം തോന്നി അവിടെ കിടന്ന് ഉറങ്ങും. പഠിക്കാൻ തോന്നിയില്ലെങ്കിൽ പഠിക്കില്ല. ഒരാള് നമ്മുടെ പുറകിൽ നിന്ന് പുഷ് ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പഠിക്കില്ല. പിന്നെ അത്രയും വേണം എന്ന് മൈൻഡ് സെറ്റ്, നമ്മുടെ മൈൻഡൊക്കെ ബാഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വേറെ എന്തെങ്കിലും ചെയ്യും. ഇപ്പൊ ഇൻസ്റ്റയോ യൂട്യൂബോ റീലൊക്കെ വെറുതെ വെറുതെ കണ്ടിട്ടിരിക്കും. നമ്മുടെ ടൈമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് അറിയാം കേട്ടോ, നമ്മുടെ ടൈമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അതൊന്നും വില വെക്കാണ്ട് ഒരു സീരിയസ്നെസ് നമുക്ക് ഉണ്ടാവില്ല. സത്യമാണ്, ഒരു സീരിയസ്നെസ് നമുക്ക് ഉണ്ടാവില്ല.
പിന്നെ ഏതെങ്കിലും എക്സാമിന്റെ മാർക്കൊക്കെ വരുമ്പോഴായിരിക്കും, നമുക്ക് പ്രൊഫൈലിലൊക്കെ മാർക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് അയ്യോ ഞാൻ അന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ഇരുന്ന് പഠിക്കുള്ളൂ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബേസിലാണ് ഞാൻ ഈ ഓൺലൈൻ കോച്ചിങ് എടുക്കാന്ന് വിചാരിച്ചത്. കാരണം എന്തായാലും പഠിക്കും. കാരണം ഇനി ഉഴപ്പി നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. ജോലി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ LDCക്കും LGSനൊക്കെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോ തന്നെ എന്താ പറയാ, എന്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. കാരണം ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് എനിക്ക് എന്താ പറയാ കുറച്ച് ബോധങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഓൺലൈൻ കോച്ചിങ് എടുക്കാന്നുള്ള വിചാരിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എടുത്തവരാണെങ്കിലും എടുക്കാത്തവരാണെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ട അറിവെങ്കിലും ഉണ്ടാവുമല്ലോ, അത് എന്റെ അടുത്തൊന്ന് ഷെയർ ചെയ്യുക. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ തെരഞ്ഞെടുക്കുക. എനിക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്, ഒരു 3-4 ഉണ്ട് എന്റെ മനസ്സില്. അപ്പോ ഫീസും നോക്കണം. അതിനനുസരിച്ചിട്ട് എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാനത് എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞു 1-ാം തീയതി തൊട്ടിട്ട് നമ്മൾ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യാണ്. മെയിൻ ആയിട്ട് കമ്പനി ബോർഡ് LGSനായിരിക്കും. കാരണം ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന അതിനാണ്. പിന്നെ ബെക്കോ ചിലപ്പോ കമ്പനി ബോർഡ് LGSന് പ്രിലിംസ് വരാം, പ്ലസ് മെയിൻസ് ആയിരിക്കും. എന്താണെന്ന് നമുക്കറിയില്ല, നോട്ടിഫിക്കേഷൻ വന്നാലേ അറിയുള്ളൂ. ചിലപ്പോൾ മെയിൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ എന്ത് വന്നാലും നമ്മൾ മെയിൻസിന് വേണ്ടിയിട്ടായിരിക്കും പഠിക്കുക കേട്ടോ. പ്രിലിംസിന് പഠിച്ച് 2 മാസം, പ്രിലിംസ് പാസ്സായി കഴിഞ്ഞാൽ 2 മാസമേ ഉണ്ടാവുകയുള്ളൂ മെയിൻസിന് വേണ്ടിയിട്ട്. ആ 2 മാസം മാത്രം പഠിച്ചാൽ പോരാ മെയിൻസിനുള്ളത്. മെയിൻസിന്റെ സിലബസ് കടല് പോലെ കിടക്കുകയായിരിക്കും. പക്ഷെ അത് നമുക്ക് 2 മാസം കൊണ്ട് തീർക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ തന്നെ മെയിൻസിനുള്ളതായിരിക്കും പഠിക്കേണ്ടാവുക. എനിക്ക് തോന്നുന്നു ഒരു ദിവസം 2 ടോപ്പിക് വെച്ചിട്ട്, എക്സ്ട്രാ 2 ടോപ്പിക് വെച്ചിട്ട് പഠിക്കും. പിന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് നമ്മൾ ഡെയിലി കൊണ്ടുപോകും. അതിനൊരു മുടക്കം വരത്തില്ല. ശനി ഞായർ നമുക്ക് എന്താ പറയാ റിവിഷൻ ഡേ ആയിരിക്കും ശനി ഞായറും. അപ്പൊ അതിനനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ദിവസം എത്ര അനുസരിച്ചിട്ട് പഠിക്കാം. വീട്ടമ്മമാർക്കൊക്കെ പറ്റിയിട്ടുള്ള ടൈം ടേബിൾ ആണ് കേട്ടോ ഞാൻ തരാൻ പോകുന്നത്. പിന്നെ ആദ്യം തന്നെ ഇനിയിപ്പോ ടൈം ടേബിളിന്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. എങ്ങനെയാണ് ഇപ്പൊ വീട്ടമ്മമാർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊരു പ്ലാൻ എന്റെ മനസ്സിലുണ്ട്. അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. ഞാൻ വേറെ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. അപ്പോ ഇതാണ് എന്റെ മനസ്സിലുള്ളത്. ഓൺലൈൻ കോച്ചിങ് എടുത്താലും അതിൽ നിന്ന് കിട്ടുന്ന നോട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ആണെച്ചാലും അവർ കുറച്ച് PDF കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾക്ക് വേവലാതി വേണ്ട, ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. എന്റെ മാക്സിമം എനിക്ക് എത്ര പറ്റുന്നോ അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ എന്റെ മെമ്പേഴ്സ് അല്ലാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് കൊടുക്കാം. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ജോയിൻ ചെയ്താലെയാണ് ടെലിഗ്രാമിൽ ലിങ്ക് കിട്ടുള്ളൂ. നിങ്ങൾ പേടിക്കേണ്ട, ഒരു 59 റുപ്പീസേ ഉള്ളൂ. അത് കൊടുത്താലാണ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ഇതിന് കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയി കൊടുക്കാം. അപ്പൊ താല്പര്യമുള്ളവരാണെങ്കിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. കാരണം ടെലിഗ്രാമിൽ എല്ലാവർക്കും സംസാരിക്കാനുള്ള സ്പേസ് ഞാൻ തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടാണ്. റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 1-ാം തീയതി തൊട്ടിട്ട് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ പറ്റുന്നവർ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസം ഒരെണ്ണം വെച്ചിട്ടെങ്കിലും ചെയ്ത് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കൊടുത്ത് തന്നെ പഠിക്കുക. അതുപോലെ പോർഷൻസ് തീർക്കാൻ ശ്രമിക്കുക കേട്ടോ. സിലബസ് എല്ലാവരും പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. സിലബസ് വേണമെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ ഇടാം. എല്ലാത്തിന്റെയും VFA, അതുപോലെ കമ്പനി ബോർഡ് LGS, ബെക്കോ, LDന്റെ ഒക്കെ എന്ത് പറയാ സിലബസ് ടെലിഗ്രാമിൽ ഇടാം. അപ്പൊ നിങ്ങൾ അത് പ്രിന്റ് ഔട്ട് എടുക്കുക. ഏതിനാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എല്ലാത്തിനും വേണ്ടി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ നിങ്ങൾക്ക് എല്ലാത്തിനും കൂടെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ ഫോക്കസ് ചെയ്യുക. അപ്പൊ അതിനനുസരിച്ചിട്ട് അടുത്ത കൊല്ലം എങ്കിലും ജോലി വാങ്ങും എന്നുള്ള ഒരു വാശിയോടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഒപ്പം ഞാനും ഉണ്ടാവും. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുക. കമന്റായി ചോദിച്ചാലൊക്കെ ഞാൻ കാണും. ഞാൻ മാക്സിമം എല്ലാ കമന്റിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. എന്റെ പരമാവധി ഞാൻ കഴിയുന്ന അത്ര ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. എന്റെ നോട്ട്സ് ഒക്കെ അതിൽ ഞാൻ ഇടുന്നതായിരിക്കും. എനിക്ക് അത്രയും വയ്യാന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ചിലപ്പോ അന്നത്തെ ദിവസം മാത്രം ഞാൻ ടെലിഗ്രാമിൽ ഒന്നും ഇടുന്നുണ്ടാവില്ല. കാരണം ഹെൽത്ത് ഇഷ്യൂസ് കുറച്ച് ദിവസമായിട്ട് അധികം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഫോൺ നോക്കാനും ലാപ്പ് നോക്കാനൊന്നും പറ്റാറില്ല. അതുകൊണ്ടാണ് ഇടാത്തത്. പക്ഷെ മാക്സിമം ഞാൻ ഇടാറുണ്ട്. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് മാത്രമേ അപ്ഡേറ്റ് ചെയ്യാറുള്ളൂ. ഇനി 1-ാം തീയതി തൊട്ടിട്ട് സെപ്റ്റംബർ 1, ഇപ്പൊ 18-ാം തീയതി ആയിട്ടുള്ളൂ. ഇനിയും ദിവസങ്ങളുണ്ട്. ഞാനിത് 18-ാം തീയതി ആട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 18-ാം തീയതി എന്ന് പറയുന്നത്. അപ്പോ ഓൺലൈൻ കോച്ചിങ്ങിന്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. ഒന്ന് അന്വേഷിക്കുക. എന്തെങ്കിലും ചെയ്തിട്ട്, എനിക്ക് അന്വേഷിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. വേറെ ഇപ്പൊ ഇറങ്ങി തിരികാനൊന്നും വയ്യ. കുറെ ഞാൻ യൂട്യൂബിൽ നോക്കുന്നുണ്ട്, ടെലിഗ്രാമിലൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ എവിടെന്നെങ്കിലും കിട്ടിയ ഒരു അറിവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് പറയാൻ വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ.
ഓക്കെ. താങ്ക് യു.